ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാന വിവരമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വളരെ നിർണായകമായ വിവരം. അതെന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: തുടർഭരണം. അതെ, തുടർഭരണം. തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന ചില ഇൻഡയറക്റ്റ് സർവേ ഫലങ്ങൾ പറയുന്നത് കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് തുടർഭരണം തന്നെയാണ് എന്നാണ്. നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ തന്നെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേരളത്തിൽ അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് ഈ വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഡയറക്റ്റായി അല്ല, ഇൻഡയറക്റ്റായി നടന്ന ചില സർവേ ഫലങ്ങളാണ് തുടർഭരണ സൂചനകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന്. ഈ തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഈ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാന കാര്യം ആലോചിക്കാനുള്ളത്, ഈ രണ്ട് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷമായ UDFനെ നയിക്കുന്ന കോൺഗ്രസ് മുന്നണി തന്നെയാണ്. വിശദമായ കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം നമ്മൾ പറഞ്ഞ തെലങ്കാനയിലെ ഇൻഡയറക്റ്റ് സർവേ ഫലം നോക്കാം. ഈ തെലങ്കാനയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് കേരളത്തിലെ ഭരണത്തെക്കുറിച്ച് പ്രതിപക്ഷമായ കോൺഗ്രസ് എന്താണ് പ്രചരിപ്പിക്കുന്നത് എന്നറിയണം. കേരളത്തിലെ ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ പോലും അവർ അതിനുത്തരം പറഞ്ഞു തരും. കേരളത്തിലെ ഭരണം വളരെ മോശമാണ്, കേരളം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്, കേരളത്തിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധത നിലനിൽക്കുന്നുണ്ട് എന്നിങ്ങനെയൊക്കെയാണ് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത് എന്ന്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. എന്നാൽ അതേ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ നിന്നും 2 ആഴ്ച മുൻപ് കുറച്ച് ആൾക്കാർ കേരളത്തിലെത്തിയിരുന്നു. അവർ വന്നത് എന്തിനായിരുന്നു എന്നറിയുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്ന ഭരണ തകർച്ചയും ഭരണവിരുദ്ധ തരംഗവുമൊക്കെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്തായാലും തെലങ്കാനയിൽ നിന്നും ഒരു സംഘം കേരളത്തിലെത്തിയതുമായി ബന്ധപ്പെട്ട് കേരള കൗമുദി നൽകിയ വാർത്ത ഞാനൊന്ന് വായിക്കാം. കേരളത്തിൽ നടപ്പാക്കി വരുന്ന രാജ്യത്തെ ആദ്യ സമഗ്ര ഡിജിറ്റൽ ഭൂവിവര സംവിധാനമായ എൻ്റെ ഭൂമി സംയോജിത പോർട്ടലിനെ കുറിച്ച് പഠിക്കുന്നതിനായി തെലങ്കാനയിലെ നാഷണൽ സർവേ റവന്യൂ ഉദ്യോഗസ്ഥരും ഇൻഫോർമാറ്റിക്സ് സെന്റർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘം 2 ദിവസത്തെ സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തി. സംഘാംഗങ്ങൾ റവന്യൂ മന്ത്രി K. രാജനുമായി ആശയവിനിമയം നടത്തി. റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ വകുപ്പുകൾ സംയോജിപ്പിച്ച് കേരളത്തിൽ നടപ്പാക്കി വരുന്ന എൻ്റെ ഭൂമി ഡിജിറ്റൽ സർവേ തെലങ്കാന സംസ്ഥാനത്തും നടപ്പാക്കുന്നതിന് പ്രയോജനകരമായ സമഗ്രമായ ധാരണ നേടുകയും സമാനമായ മികച്ച രീതികൾ സ്വീകരിക്കുന്നതിനുള്ള സാധ്യത പഠിക്കുകയുമാണ് സംഘത്തിൻ്റെ സന്ദർശന ലക്ഷ്യം. റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും സംഘം ചർച്ച നടത്തും. സർവേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ട്രെയിനിങ്ങിലും സംഘം പങ്കെടുക്കും. ഇതിനൊപ്പം ആരൊക്കെ തെലങ്കാനയിൽ നിന്നും കേരളത്തിലെത്തി എന്നുള്ള വിവരങ്ങളും കേരള കൗമുദി കൊടുത്തിട്ടുണ്ട്. കേരളവും കേരളത്തിലെ ഭരണവും മോശമായതുകൊണ്ടാണോ തെലങ്കാന സംഘം കേരളത്തിലെ ഒരു സർക്കാർ സംവിധാനം കാണുവാനും അത് സ്വന്തം സംസ്ഥാനത്ത് പകർത്തുവാനും എത്തിയത്? KC വേണുഗോപാൽ ഉൾപ്പെടുന്ന കോൺഗ്രസിലെ ഉന്നത നേതാക്കൾക്ക് വേണമെങ്കിൽ തെലങ്കാനയിലെ കോൺഗ്രസ് നേതൃത്വത്തോട് പറയാമായിരുന്നല്ലോ, കേരളത്തിലേക്ക് വരരുത്, ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കരുത് എന്നൊക്കെ. നടന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്ന് ചോദിച്ചാൽ മറ്റൊരു സംസ്ഥാനത്തും ഈ സംവിധാനമില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ നിന്ന് ഒരു സംഘം കേരളത്തിൽ എത്തിയത് വഴി കേരള ഭരണം ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ബോധ്യമായിരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ ഇൻഡയറക്റ്റ് സർവേ ഫലം. ഇനി കർണാടകയിൽ നിന്ന് ലഭിച്ച ഇൻഡയറക്റ്റ് സർവേ ഫലം. കർണാടകയിൽ സംഭവിച്ച സർവേ ഫലത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു വീഡിയോ ഒന്ന് കാണണം. Education, Kerala is number 1. Healthcare, Kerala is number 1. Human development, Kerala is number 1. It is the shining example for the whole of India. You go to any part of India. Why India? You go anywhere in the world, you will find Malayalis doing something or the other. Why are they so successful? Because of their education, that Malayalis are successful anywhere they go. കേരളം രാജ്യത്തിന് വഴികാട്ടിയാണെന്ന് പ്രശംസിച്ച് കർണാടക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ബൈരഗൌഡ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിൽ ഒരു വലിയ ആണി അടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മികച്ചതാണെന്നും മനുഷ്യവിഭവശേഷി വികസനത്തിൽ സംസ്ഥാനം ഒരു മാതൃകയാണെന്നുമാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നത്. KC വേണുഗോപാൽ MPയുടെ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിൽ വെച്ചാണ് കൃഷ്ണ ബൈരഗൌഡയുടെ പ്രശംസ. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ വേദിയിലിരിക്കവെയായിരുന്നു മന്ത്രിയുടെ പരാമർശങ്ങൾ. കർണാടകയിലെത്തുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ കൂടുതലും കേരളത്തിൽ നിന്നുള്ളവരാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ രസം അതല്ല. ഇതിനെക്കുറിച്ച് KC വേണുഗോപാലിൻ്റെ വിശദീകരണമാണ്. കർണാടക മന്ത്രി
ഈ സർക്കാരിനെ അല്ല പുകഴ്ത്തിയതെന്നും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ പുകഴ്ത്തൽ തങ്ങളുടെ തൊപ്പിയിലെ പൊൻതൂവലാണെന്ന് കേരള സർക്കാർ വിചാരിച്ചെങ്കിൽ തനിക്കൊന്നും പറയാനില്ലെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഇതിന് മറുപടിയാണ് ഈ കേൾക്കാൻ പോകുന്നത്. തീർച്ചയായും എല്ലാവരും ഇത് കേൾക്കണം. കോൺഗ്രസ്സുകാർ ഈ മറുപടി കേൾക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും വേണം. കർണാടകയിലെ മന്ത്രി കേരളത്തിൽ വന്നിട്ട് പറയാണ്, അയ്യോ കേരളം വികസിച്ചിരിക്കുന്നു, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, എന്താണ് പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താന്ന് പറയുന്നു. അല്ല, എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? 10 കൊല്ലത്തെ മാറ്റാണെന്നേ. അങ്ങനെയല്ല, കർണാടകയിലെ പിന്നെ ആ റവന്യൂ മന്ത്രി കേരളത്തിൽ വന്ന് പറയാണ് എന്ത്, ഈ പറയുന്ന വിദ്യാഭ്യാസ കേരളത്തിൽ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് പറയാ. അവിടെ സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം അവർ 2ാമതോ 3ാമതോ 4ാമതോ ആയിരിക്കും, ഒന്നാം സ്ഥാനത്തല്ലല്ലോ. പിന്നെന്താ ആരോഗ്യ കാര്യത്തിൽ എന്താണ് കേരളത്തിൽ മരുന്നില്ല എന്ന് പറയുന്ന പാർട്ടിയുടെ പേരെന്താണെന്നറിയോ? കോൺഗ്രസ് എന്നാ. ഇവിടെ ചികിത്സയില്ല എന്ന് പറയുന്ന പാർട്ടിയുടെ പേരെന്താ അറിയോ? കോൺഗ്രസ് എന്നാണ്. അപ്പോഴാണ് തൊട്ടടുത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രി വന്നിട്ട് കേരളത്തിൽ പറയുന്നത് അതാ വികസനത്തിന്റെ കാര്യത്തിൽ. പിന്നെ വികസനത്തിന്റെ കാര്യം ഒന്നാം സ്ഥാനത്ത്, കേരളത്തിൽ വികസനത്തിന്റെ കാര്യം ഒന്നാം സ്ഥാനത്താന്നേ. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ 2016 തുടങ്ങി 2025 ഈ 9 വർഷം കൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കേ. ആ മാറ്റം കാണുന്നില്ല. ആ മാറ്റം കണ്ടാൽ എന്താ പ്രശ്നം എന്നറിയോ? മാറ്റം കണ്ടാൽ 2026 ഒരു അക്ഷരം മിണ്ടാനുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നും കാണില്ല. എങ്ങനെ ഈ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയെന്നറിയോ? ഇതുപോലെ സംഗമം നടത്തിയിട്ടാണ്, ഇതുപോലെ കോൺക്ലേവ് നടത്തിയിട്ടാണ്, ഇതുപോലെ ആൾക്കാരുടെ അഭിപ്രായം മേടിച്ചിട്ടാണ്, ഇതുപോലെ മന്ത്രിമാരെയും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് എന്താണ് മാറ്റം വരുത്തേണ്ടത് ചോദിച്ചു മനസ്സിലാക്കി സർക്കാരിന്റെയും ജനങ്ങളുടെയും കൂടെ അഭിപ്രായം എടുത്തിട്ടാണ് ഈ പറയുന്ന മാറ്റം മുഴുവൻ കേരളത്തിൽ വന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഈ വ്യവസായ മേഖലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്താ ഇതൊന്നും അയ്യോ ഇതൊക്കെ ചോദിക്കാൻ എന്താ അറിയോ? ഇതൊക്കെ 9 വർഷം കൊണ്ട് വന്നതാണെന്നേ. 9 വർഷം കൊണ്ട് വന്നതാണ്. കാരണം എന്തുകൊണ്ടാ? 9 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലാവധിയല്ല. 9 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലാവധിയില്ല. ഇന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആകാശത്തേക്ക് വെക്കും. എന്താ പവർ കട്ട് എന്ന് അവർക്ക് അറിയില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ അറിയോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസന രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ ഒരാൾക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. ഒരാൾക്കും താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, കർണാടകന്റെ മന്ത്രി കേരളത്തിൽ വന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇന്നത് ചർച്ച ചെയ്യണമല്ലോ. ഇന്ന് ഈ കാര്യം അയ്യപ്പ സംഗമം കേരളത്തിൽ ഇല്ലെങ്കിലുണ്ടല്ലോ, ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? കേരളത്തിന്റെ വികസനമായിരുന്നു. അത് ആരാ പറഞ്ഞത്? കർണാടകന്റെ റവന്യൂ മന്ത്രിയാണ്. അത് ആര് വിളിച്ച യോഗത്തിലാണ്? അത് ആര് വിളിച്ചുകൊണ്ടെന്നാണ്? ഈ പറഞ്ഞ AICCന്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിളിച്ചുകൊണ്ടുവന്ന പരിപാടിയിൽ കർണാടകന്റെ റവന്യൂ മന്ത്രി പറയുകയാണത്. അപ്പൊ കേരളം ഉണ്ട്. പറ്റില്ല. സ്മൃതിയുടെ സംശയമല്ല, 9 വർഷമായി. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. എന്താ അറിയോ? 2017-18 കേരള അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ അറിയോ? കേരളം കണ്ട് ഏറ്റവും വലിയ കോവിഡ് ഉണ്ടായി. ലോകം കണ്ട് ഏറ്റവും വലിയ കോവിഡ് ഉണ്ടായി. ഏറ്റവും വലിയ പ്രളയം നമ്മൾ അഭിമുഖീകരിച്ചു. ആ കേരളത്തിന് റീബിൽഡ് കേരള എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കേരളം, ഇന്ന് ഈ പറയുന്ന കേരളം, കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിങ്ങൾ ആ കേരളത്തിൽ എന്താണ് വെള്ളപ്പൊക്കം കൊണ്ടുണ്ടായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇന്ന് ഈ കേരളത്തിൽ കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കേരളത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല? കേരളത്തിൽ വെള്ളം കയറാത്ത വീടുകളുണ്ടായിരുന്നോ? കേരളത്തിൽ വെള്ളം കയറാത്ത എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നോ? കേരളത്തിൽ വെള്ളം കയറാത്ത വ്യവസായ സ്ഥാപനങ്ങളുണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇന്ന് ഈ പറഞ്ഞ കേരളത്തിലുണ്ടോ? നിങ്ങളെ ഈ ഫ്ലഡ് ഉണ്ടായ മറ്റുള്ള സ്റ്റേറ്റുകളിലും മറ്റുള്ള രാജ്യങ്ങളും ഒന്ന് പോയി കാണണം കേട്ടോ. ഇന്ന് അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ചക്രശ്വാസം വലിക്കുകയാണ് അവിടെ കിടന്നിട്ട്. കേരളം എന്താണ് അങ്ങനെ ഉള്ളതുപോലെ അറിയുന്നില്ല. നമ്മൾ അറിയുന്നുണ്ടോ? 2019-18 കാലത്തിൽ ഇതുപോലെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ഒലിച്ചു പോയി ഓർക്കുന്ന പോലും ഇല്ലല്ലോ. ഓർക്കാത്തൊരു കാരണം എന്താ അറിയോ? കേരളത്തിലൊരു സർക്കാരുണ്ട്. ആ സർക്കാർ ഡെവലപ്പ് ചെയ്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, റീബിൽഡ് കേരള എന്ന് 5 വർഷം കൊണ്ട് കേരളത്തെ പുനരുദ്ധീകരിച്ചെടുത്തു, അത് റീബിൽഡ് ചെയ്തെടുത്തു. അത് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. അപ്പോൾ എന്താണ് അയ്യപ്പനെ പറഞ്ഞാൽ ഇപ്പം എന്താ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? എങ്ങനെയെങ്കിലും ഇതിനെ കൊണ്ടൊന്ന് രാഷ്ട്രീയം വലിച്ചരിച്ച് ഇവിടുത്തെ ജാതി പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കണം. അതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് വേണ്ടിയിട്ടാണല്ലോ സംഘപരിവാർ നാളെ പരിപാടി നടത്തുന്നത്. അല്ലെങ്കിൽ അവിടെ വികസനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ട സംഘപരിവാർ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇതിനേക്കാൾ അപ്പുറം വരും. കാരണം ഈ വർഷം ഇലക്ഷൻ്റെ വർഷമാണല്ലോ, അടുത്ത വർഷം ഇലക്ഷൻ്റെ വർഷം. ഇതിനെങ്ങനെയെങ്കിലും പണ്ട് എന്താണ് പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട് മുൻപെയാണ് എന്ത് വരുന്നത്, ഈ ശബരിമല പുനഃപ്രവേശനം വരുന്നത്. അത് എങ്ങനെ ഓർഡർ വരുന്നതെന്നും എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാലോ. അപ്പം അതുപോലെ അതിന് മുതലെടുപ്പിന് ശ്രമിച്ചതാരാണെന്ന് അറിയാലോ. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി വോട്ട് പിടിക്കാം എന്ന് വിചാരിക്കുന്ന അത്രയും ബോധമില്ലാത്ത ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് മുതലെടുപ്പ് ശ്രമിച്ച പാർട്ടി അതാണ്. ആ മുതലെടുക്കുന്ന പാർട്ടി ശ്രമിച്ച് പിന്നെയും ശ്രമിക്കുകയാണ്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ പരിപാടി നടക്കും. അയ്യപ്പ സംഗമം എന്ന് ഉദ്ദേശിച്ചത്, ആഗോള അയ്യപ്പ സംഗമം ഉദ്ദേശിച്ചത് എന്താണ്? ഇത് സർക്കാർ ഇത് സത്യസന്ധമായി ഇടപെട്ടു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടെന്നുള്ളതാണ്, ഇത് സർക്കാർ ഒരു പാർട്ടി പരിപാടിയാക്കി മാറ്റിയില്ല. പാർട്ടി പരിപാടിയാക്കി മാറ്റിയാൽ ഒരു 5000 ആളെ പമ്പയിൽ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുള്ള പാർട്ടിയല്ല CPM എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ തന്നെ പാർട്ടി പരിപാടിയാക്കിയില്ല. അവരെന്താണ് ചെയ്തത്? അവർ ചെയ്തത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 2285 പേരെ രജിസ്റ്റർ ചെയ്തു. എന്തിനാണ് മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് 2285 പേര് രജിസ്റ്റർ ചെയ്യുന്നത്? കാരണം അവരതിന് പങ്കെടുക്കുമെന്ന് വിശ്വസിച്ചിട്ടാണ്. അല്ലെങ്കിൽ അവർ വരില്ല എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2285 പേരെ കയറ്റിയാൽ പോരെ? അങ്ങനെയല്ല. കേരളത്തിൽ പുറത്താണ്, അവിടെ രാഷ്ട്രീയമില്ലല്ലോ. കേരളത്തിന് പുറത്ത് രാഷ്ട്രീയമുണ്ട്. അവിടെ രാഷ്ട്രീയം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് കോൺഗ്രസ്സുകാരാണോ ഇത് രജിസ്റ്റർ ചെയ്തത് നമുക്കറിയില്ലല്ലോ. അവിടുന്ന് BJPക്കാരാണോ ഇത് രജിസ്റ്റർ ചെയ്തത് നമുക്കറിയില്ലല്ലോ. ഇവരെന്തുകൊണ്ട് അങ്ങനെ ഞാൻ പറയാൻ കാരണം അറിയോ? കോൺഗ്രസ് ഇതുവരെ ഇതിനെ തള്ളി പറഞ്ഞിട്ടില്ലാന്ന്.
ബി ജെ പി ഇതുവരെ തള്ളി പറഞ്ഞില്ല. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്താ പറയുന്നത് അറിയോ? എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല എന്നാണ്. അപ്പം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതിന്റെ ഭാഗമാകും എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ബി ജെ പിക്കാർ രജിസ്റ്റർ ചെയ്ത് അവർ വരുമോ? അവർ വരില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് അവിടെ ഈ ഗുജറാത്ത് യു പി മുഖ്യമന്ത്രിയുടെ ഇതവിടെ വായിച്ചത്, അല്ല ലെറ്റർ അവിടെ വായിച്ചത്. എന്തുകൊണ്ടാണ് യു പി മുഖ്യമന്ത്രി ലെറ്റർ അവിടെ വായിക്കാൻ കാരണം? അയ്യപ്പൻ എന്ന് പറയുന്ന സംവിധാനം രാഷ്ട്രീയത്തിന് അതീതമാണേ. അവിടെ ഒരു CPM വന്നു, അവിടെ കോൺഗ്രസ്, അവിടെ BJP ഒന്നുമില്ല. അയ്യപ്പൻ എന്ത് BJP വന്നിരിക്കുന്നു, അയ്യപ്പൻ എന്ത് കോൺഗ്രസ് വന്നിരിക്കുന്നു, അയ്യപ്പൻ എന്ത് CPM വന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനം ഉണ്ടായിരുന്ന സംവിധാനമായിരുന്നു. അതിനെ വിവാദമാക്കിയത് ആരാ? CPM ആണ് അതിനെ വിവാദമാക്കിയത്. അവിടെ വിവാദമാക്കിയത് കോൺഗ്രസും BJP ആണ്. എന്ത് പറഞ്ഞിട്ട് വിവാദം ഉണ്ടാക്കിയത്? അയ്യപ്പനോട് മാപ്പ് പറയണം, എന്താണ് ശബരിമല പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട്. അതാണോ അവിടെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്? അവിടെയാണോ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്? അതല്ലല്ലോ. ഉദ്ദേശം എന്താണ്? അവിടെ ശബരിമലയുടെ പൂർണ്ണ വികസനമാണ്. ആ പൂർണ്ണ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച നടന്നില്ലേ? എന്തൊക്കെയാണ് ഈ ശബരിമലയിൽ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അവിടെ ഉന്നമനം ചെയ്യേണ്ട കാര്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തില്ലേ? ആ ചർച്ചയുള്ള ഇനിഷ്യേറ്റീവ് ആരെടുത്തത്? കേരള സർക്കാരല്ലേ. അതിനെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആളുകൾ വന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ആളുകൾ വരിക എന്ന് പറയുന്നത്, അവിടെ 3 വേദിയാണ് ഉണ്ടായിരുന്നത്, പ്രധാനപ്പെട്ട 3 വേദികളാണ് ഉണ്ടായിരുന്നത്. 3 വേദി എന്ന് പറയുന്നത് 3 വേദി രാവിലെ 10 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന 3 വേദികളാണ്. അതിൻ്റെ അകത്ത് ഉദ്ഘാടന സെക്ഷനാണ് എന്ത്, എല്ലാവരും ഒരു വേദിയിൽ ഇരിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ ഏത് സ്ഥലത്താണ് ആൾ കുറഞ്ഞത്? അവിടെ ആൾ കുറഞ്ഞ ക്യാമറ കാണണ്ടേ? ഞാൻ കണ്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടക്കുന്ന സമയത്ത് അവിടെ ഒരു സീറ്റോടെ ഒഴിവാക്കില്ല. നമ്മൾ നുണ പറയുന്നതിന് അതിന് വേണ്ടേ? ഗോവിന്ദ മാഷ് എന്ന് പറയുന്നത് അതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന ശൈലി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ട് അയ്യോ ഇവിടെ ആളില്ല, അയ്യോ അവിടെ ആളില്ല. 3 സെക്ഷനായി പരിപാടി നടക്കുന്നു. 3 സെക്ഷനായി പരിപാടി നടക്കുന്നത് 25-30 മിനിറ്റ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ അടുത്ത സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ എന്താണ്? അവിടെയാണ് ഈ പറയുന്ന ഡിബേറ്റുകൾ മുഴുവൻ നടക്കുന്നത്. അവിടെയാണ് ഈ സജഷൻസ് മുഴുവൻ വെക്കുന്നത്. അല്ലാതെ ഒരു ഉദ്ഘാടനം നടത്തി, ഇപ്പം ഞാൻ പറയാം, അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു, അത് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നു, പ്രധാനപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കുന്നു, ദേവസ്വം മന്ത്രി സംസാരിക്കുന്നു, ദേവസ്വം പ്രസിഡന്റ് സംസാരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് 12 മണി 1 മണി കഴിഞ്ഞാൽ പിന്നെ ഈ സംഗമത്തിൽ ഇതെന്താ ഉദ്ഘാടനം? അതുകൊണ്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പരിപാടി അല്ലാന്ന്. ആ അർത്ഥത്തിൽ കോൺഗ്രസിന് BJPക്ക് അതിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്? മുഖ്യമന്ത്രിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് ആൾക്കാർ എണീറ്റ് പോകും. അപ്പോൾ ആ കസേര വേക്കൻ്റ് ആവും. അവിടെ 4162 പേര് പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്താൽ ആ ആൾക്കാരെ അവിടെ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? എറണാകുളത്തോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ പരിപാടിയൊക്കെ നടത്തിയിട്ട് പറഞ്ഞാൽ പോലെ എല്ലാ BJPക്കാരും CPM-മാരും കോൺഗ്രസ്സുകാരും വന്നോളൂ, അയ്യപ്പ സംഗമം കൊച്ചി നടത്തിയാൽ പോരായിരുന്നു. എന്തുകൊണ്ടാണ് ശബരിമലയിൽ നടത്തിയത്? ശബരിമലയിൽ നടത്തി കറക്റ്റായിട്ട് നമ്പർ ഇട്ട് ആൾക്കാരെ വിളിച്ചു വരുത്താനും കറക്റ്റ് QR കോഡ് സംവിധാനം വെച്ചിട്ട് പ്രോപ്പറായി നടത്തിയ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ അത് നല്ല വിജയം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ 168 പേര്, അല്ല 182 പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്തു. 182 രാജ്യങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരണേ. സർക്കാർ ഇവിടുന്ന് പൈസ എടുത്ത് ടിക്കറ്റ് അങ്ങോട്ട് എടുത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അവിടുന്ന് മലേഷ്യയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ വരുന്നത് സ്വന്തം പൈസ കയ്യിൽ നിന്ന് മുടക്കി അയ്യപ്പൻ്റെ സംവിധാനം എന്ന് പറയില്ല, ശബരിമല വികസിക്കണം എന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരാണ്. 182 ചെറിയ നമ്പറായിട്ട് ഞാൻ കാണുന്നില്ല. 182 ടിക്കറ്റ് എടുത്ത് എത്ര പൈസ വേണം? അത് എടുത്തിട്ട് പുറമേ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് വിജയമല്ല എന്നാക്കുക. ഇതുകൊണ്ടെന്തോ സർക്കാർ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് എടുക്കാൻ വേണ്ടി വിചാരിക്കുക. ഇതുകൊണ്ട് സർക്കാർ എന്തുകൊണ്ടാവും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി? അങ്ങനെയല്ല എന്ന്. അപ്പോഴത്തേക്കും പിന്നെന്താ അടുത്ത പ്രശ്നം അറിയോ? വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുവന്നില്ല എന്നാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട SNDP-ന്റെ നേതാവ് ഒന്നിച്ചിറങ്ങി വരുന്ന സമയത്ത് അങ്ങോട്ടല്ലേ എൻ്റെ വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുറ്റായി പോയി എന്നറിയോ? ഇത് അയ്യപ്പ സംഗമം രാഷ്ട്രീയ പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് വിളിച്ചു പറയാണ്. ഇത് രാഷ്ട്രീയ പരിപാടിയല്ല എന്ന്. മുഖ്യമന്ത്രി അവിടെ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് രാഷ്ട്രീയ പരിപാടിക്കല്ല. അവിടെ അയ്യപ്പ സംഗമം നടത്തിയത് രാഷ്ട്രീയ പരിപാടിയല്ല. ഞാൻ പറയട്ടെ, അതുകൊണ്ടല്ല പ്രശ്നം. ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഷ്ട്രീയ പരിപാടി അല്ലാത്ത സ്ഥലത്ത് അയ്യപ്പന്റെ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ച ചെയ്യുന്നത് 1 മിനിറ്റ് ആ വണ്ടിയിൽ നിന്ന് ചർച്ച ചെയ്ത് ആർക്കാ ബുദ്ധിമുട്ട്? എന്തുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യുക? അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അറിയോ? കേരളത്തിൽ നടക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പരിപാടിയാണെന്ന് പറഞ്ഞു തീർക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അയ്യോ അവിടെ എന്തോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി CPM ശ്രമിക്കുന്നു എന്ന് വരുത്തണമെങ്കിൽ ആരെ പറയണം? ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ പറയണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു വണ്ടിയിൽ വന്നല്ലോ, എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണ്. ഞാനിത് പറയാം. ഈ പിണറായി വിജയൻ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ CPM-ന്റെ ഒരു പരിപാടിക്ക് കാറിൽ കയറ്റിയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാം. ഇവിടെ ഇത് പറയാൻ കഴിയില്ല. ഇവിടെ ഇത് പറയാത്ത കാരണം എന്താ? ഞാൻ വിചാരിക്കുന്നത് അറിയോ? അവിടെ ഇന്ന് NSS-ന്റെ സുകുമാരൻ നായരുടെ അദ്ദേഹത്തെ ഈ വണ്ടിയിൽ കയറ്റിയനെ അദ്ദേഹത്തോട് കയറിക്കൊള്ളാൻ പറയും. എന്തുകൊണ്ടാണ്? ഇത് ഒറ്റക്കെട്ടായി ശബരിമലയുടെ വികസനം വേണമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. തൻ്റെ ഇടം ഉണ്ടായിരുന്നു കോൺഗ്രസ് ഒരു കാര്യം ചെയ്യണമായിരുന്നു, തൻ്റെ ഇടം BJP ഒരു കാര്യം ചെയ്യണമായിരുന്നു, ഈ അയ്യപ്പ സംഗമത്തെ തള്ളി പറയണമായിരുന്നു. പറഞ്ഞോ? ഒരക്ഷരം പോലും വേണ്ടിയില്ലല്ലോ. എന്നിട്ട് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയാം എന്നെ വിളിച്ചിട്ടില്ല എന്ന്. എന്നതിനർത്ഥം ഞാൻ എന്നെ വിളിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. എന്താണ്? ഇതിനെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല എന്ന്. ഈ അയ്യപ്പ സംഗമത്തെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല.